ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജെ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളതാ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം ഇക്കായി നാട്ടിലുണ്ട്. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ. എന്നാൽ എന്താണ് ഭയങ്കരമായ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അത് ആരുമില്ല, ഉമ്മായും വാപ്പായും ആരുമില്ല, നിജാസ് അവരാരുമില്ല. അപ്പോൾ അവരാരും ഇല്ലാതെ ഞങ്ങൾ മാത്രം ഉള്ള ഒരു ചെറിയ രീതിയിലൊരാഘോഷം, ഇക്കായും മക്കളും ഞാനും മാത്രമായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് മേടിക്കണം, കേക്ക് കട്ട് ചെയ്യണം. പിന്നെ എന്താണ് ഡ്രസ്സ് എടുത്ത്, എനിക്കൊക്കെ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇക്കാക്ക് ഞാനൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്ത്. അപ്പോൾ എന്താണ് ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി ഇനി വാങ്ങിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. പിന്നെ മക്കൾ ടൂറ് പോയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മക്കൾ ടൂറ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും മക്കൾ ടൂറൊക്കെ പോയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിൻ്റെ അതായത് തിരക്കാറുണ്ട്, വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇടുന്നതായിരിക്കും. അവർ പോകുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ അപ്പോൾ ഗേസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പം എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അങ്ങനെ ഗേസ് നമ്മളിതാ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളിരുന്ന് പഠിക്കുന്നുണ്ട്. അവർ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ പോയി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കുന്നു. അപ്പോൾ ഞാനും ഇക്കായും കൂടി ഇതാ കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ അക്കു കൊണ്ട് കൂടാ. അപ്പോൾ ഞാനും അക്കുക്കായും രാത്രിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാത്രി മതിയെന്ന് പറഞ്ഞ്, അപ്പോൾ അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അത് വേണ്ട, വേറെ ഫ്രഷായിട്ട് പറഞ്ഞിട്ടുണ്ട് വേണമെന്നുള്ളത്. അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കാമെന്ന് പറഞ്ഞ്. അപ്പം രാത്രി 7:30 ആകുമ്പോഴത്തേക്കും പോയെടുക്കാം ചെല്ലാൻ പറയാം. അങ്ങനെ എന്തായാലും പോവുകയാണ് ഞാനും ഇക്കായും കൂടി. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പള്ളിമുക്ക് ത്രിവേണിയിലാണ് നമ്മൾ പോകുന്നത് കേക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഗേസ് നമ്മളിതാ കടയ്ക്കിൽ വന്നിട്ടുണ്ട് കേക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പം ത്രിവേണി കേക്ക് വേൾഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ലേറ്റാവും കിട്ടാനായിട്ട്. നമ്മളിവിടെ ഇതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു
അങ്ങനെ ഗേസ് നമ്മുടെ കേക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം പിസ്താച്ചിയോ കേക്കാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അപ്പോൾ ആ കേക്ക് തന്നെ എനിക്ക് കിട്ടി. അപ്പം എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ എടുത്ത് കേക്കൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ വേറൊരു ഷോപ്പിൽ പോകണം. അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നു. നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നു. ചിരി. കേക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ആ ഓക്കെ. അപ്പോൾ അടിപൊളി കേക്ക് കണ്ടോ? അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ചെറിയ രീതിയിൽ ഒരു ആഘോഷമൊക്കെ ആയിരുന്നു. കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ച്. ഓക്കെ, ഇവിടെ ഒന്നും പറ്റണം. നമ്മളെ സുന്ദരിക്കുട്ടി ഇതാ ഇതുണ്ടോ കേക്ക് കഴിച്ച് ഇതാ ഇനിയും കേക്കിന് വേണ്ടി വരികയാണ്. കണ്ടോ? കേക്ക് വേണോ? ആ തരാം. ഇവിടെ ഒന്നും പറ്റണം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും കഴിച്ച്. അപ്പം നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് വലിയ രീതിയിലൊന്നും ആഘോഷിച്ചില്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ ആഘോഷിച്ചില്ല. അപ്പം ഇക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറുള്ളൂ. ഇക്ക ഗൾഫിലാകുമ്പോഴത്തേക്ക് ആഘോഷിക്കാറില്ല. കാരണം ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ കേക്കൊന്നും വാങ്ങിക്കാറും ആഘോഷിക്കാറും ഒന്നുമില്ല. ഇക്ക ഉണ്ടെങ്കിൽ മാത്രം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. ചില വെഡിങ് ആനിവേഴ്സറിക്ക് കാണും, ചിലതിന് കാണത്തൊന്നുമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയും വേണം. അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ്.
പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ താങ്ക്സ് കമൻറ്റിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഇവിടെ ഫുഡ് ഇന്ന് നൈറ്റിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം നല്ല കുരുമുളകും കാന്താരിയും എല്ലാം കൂടിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു, ചിക്കൻ പൊരിക്കാനായിട്ട്. അപ്പം ഇന്ന് സ്പെഷ്യൽ വേറൊന്നുമില്ല, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആണ്, അതുപോലെ തന്നെ ചിക്കൻ കറിയും. അപ്പം അത് എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് പറയാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്കു അതിലിങ്ങനെ ഇട്ട് എന്താണ് ചെറുതായിട്ടൊന്നിങ്ങനെ ഹോള് ഇങ്ങനെ കുത്തുന്നുള്ളതാണ്. അപ്പോൾ മസാലയൊക്കെ പിടിക്കാനായിട്ട്. അപ്പം ഇതാ കുരുമുളകും കാന്താരി മുളകും കൂടിയൊക്കെ അരച്ച് ഇതിനകത്ത് പുരട്ടുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പം ഇതാ കുരുമുളക് പഴുത്തത് എന്താണ് കാന്താരി മുളക് പഴുത്തതും ഉണ്ട്. അപ്പം കാന്താരി മുളകും കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് വിനാഗിരി, തൈര് ഇതെല്ലാം കൂടി വീഴ്ത്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് സംഭവം. കുറച്ച് തൈരും കൂടി നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്, ശകലം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറയാം. കാന്താരി മുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, ഉപ്പ്, വിനാഗിരി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറി മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് മസാല പുരട്ടി ഇങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മസാല എല്ലാം പിടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണെന്നുള്ളതൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് അതിൽ പൊരിച്ചെടുക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഒരുപാട് ഓയിലൊന്നും വേണ്ട, ചിക്കനല്ലേ പെട്ടെന്ന് വേവും. എങ്കിൽ പോലും നമുക്ക് കുറച്ചധികം എണ്ണ വേണം, ഒരുപാട് വേണ്ട. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് പറക്കിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് നമ്മളിനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പം നമ്മളത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.